എങ്ങനുണ്ട്? രമയ്ക്ക് സ്വർണം വാങ്ങിക്കാൻ പ്രോബ്ലം വേണ്ടെന്ന് കാശെടുക്കണം എന്ന് അച്ഛൻ. ആ വേലാതി കിടയില അവൻ ഒരു ഇളിഞ്ഞ പോസ് കാണിക്കല്. പണം എടുക്കാതൊക്കോ? ബാങ്ക് ഉദ്യോഗസ്ഥന്റെ പെങ്ങളാവുമ്പോ അല്ല അതിന്റെ ഒരു വെയിറ്റിൽ വേണമല്ലോ രമയെ പന്തലേക്ക് ഇറക്കാൻ. ക്ലാസ്സിങ് ആണ്. ആ പാത്രം കൊണ്ട് മാറ്റി വെച്ചേ. അല്ല ഇവിടെ വന്ന് നിൽക്കുക. നല്ല പാർട്ടിയാ. വാ മോളോട്ട് പോവാം. അവിടെ നമ്മുടെ മുറി. എന്തേ? വീട്ടിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് അകന്ന് നിൽക്കുന്നേ. അതുകൊണ്ടെന്താ? അല്ല അവിടെ കൊണ്ടാക്കണോ? അല്ലെങ്കിൽ തന്നെ എനിക്ക് അങ്ങോട്ട് വരാൻ പേടിയാ. ഞാൻ വലിയ മഹാകവിയാണെന്ന് ധരിച്ചു വെച്ചിരിക്കുക തന്റെ ചേട്ടൻ നടൻ. മഹാകവിയോ? ആ, അന്ന് അങ്ങേര് എന്നെ കാണാൻ കോളേജ് വന്നപ്പോ രക്ഷപ്പെടാൻ വേണ്ടി ഞാനൊരു ബുദ്ധിജീവി കളിച്ചു. ഒരു കവിതയും കാച്ചി. അല്ലെങ്കിൽ റോട്ടി വെച്ച അന്ന് ഞാൻ തല്ലുകൊണ്ടേനെ. ഇന്ന് കല്യാണ തിരക്കിനിടയ്ക്ക് എന്നോട് പറയാ അവരുടെ അടുത്ത നാടകത്തിനൊരു പാട്ട് എഴുതി കൊടുക്കാൻ എന്നോട്. നീ ഇവിടെ ഒന്ന് നിൽക്കണോ? അപ്പുറത്തോട്ട് ചെല്ലേ, അവിടെ 100 കൂട്ടം പണിയുണ്ട്. മോളെ, ഇവര് പുറപ്പെടുക അത്രേ. കേട്ടോ ശാരദേ, ഈ കുട്ടിയ എന്റെ മരുമകളായിട്ട് വരാൻ പോകുന്നു പറഞ്ഞപ്പോ പലരും ചോദിച്ചു, എന്താ ഭഗീരഥമേ നിങ്ങൾക്ക് വേറെ ഒരു ബന്ധവും കിട്ടിയില്ലെന്ന്. കാര്യം സ്വത്ത് കുറച്ച് കുറവായിരിക്കും. ആയിക്കോട്ടെ, അവന്റെ ഇഷ്ടമല്ലേ ഞാൻ നോക്കേണ്ടത്. ആഭരണങ്ങളില്ലെന്നോ ഒരു ഡ്രൈവറുടെ മോളാണെന്നോ ഇതൊന്നും ഞാൻ നോക്കിയില്ല. ജഡ്ജി ശിവദാസ മേനോന്റെ മോള് മാലതിയുടെ ആലോചന വന്നതാ. അവരാണെങ്കിൽ നമ്മുടെ തരാതരക്കാരാ. പക്ഷെ ഞാൻ പറഞ്ഞു പറ്റില്ലെന്ന്. പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാകുമ്പോ ഒന്നുമില്ലെങ്കിലും അടുക്കള പണിയെങ്കിലും അറിയാലോ. വാ വരട്ടെ വരട്ടെ. എഴുതിയോ? വല്ലേക്കാടൻ കുട്ടപ്പൻ 1 2 3 30 രൂപ. മാട്ടാത്തൊടി രാജൻ 50 രൂപ. കുന്നുംപുറത്ത് കൃഷ്ണൻകുട്ടി 25 രൂപ. കുന്നുംപുറത്തുകാർ 25 രൂപയെ തന്നുള്ളൂ. അവന്റെ പെങ്ങളുടെ കല്യാണത്തിന് നമ്മൾ 25 കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവരുടെ കല്യാണത്തിനോട് ഗോവു മാത്രമേ പോയുള്ളൂ. ഇത് കുന്നുംപുറത്ത് 3 പേരെ വന്ന് മിഷ്ടാനം ഉണ്ടേച്ചു പോയത്. കല്യാണ തിരക്കിനിടയ്ക്ക് നീ അത് നോക്കിയോ? നോക്കാതെ പറ്റില്ല അച്ഛാ. വിഷു ഹാപ്പി മാരീഡ് ലൈഫ് എന്നൊരു ആശംസ കാഴ്ചയാലൊന്നും കല്യാണത്തിന് നടക്കുകയില്ല. ഓണം കൊണ്ട് കാര്യമാറായി. എനിക്ക് ഉറക്കം വരുന്നു. അവൻ പോയി കിടന്ന് ഉറങ്ങട്ടാ ഉണ്ണി. പ്രേമ നീ പോ. എന്ന് പറഞ്ഞാൽ അങ്ങനെ അവനും കണക്കറിയണ്ടേ? എനിക്കൊന്നും അറിയണ്ട. എടാ ഗോപു, നീ ഇരുന്ന് എഴുത്. വേണ്ട, ഞാൻ എഴുതാം. നീ വരുത്ത് പഠിക്കടാ. വേണ്ട, ആരും സഹായിക്കണ്ട, ഞാൻ തന്നെ എഴുതിക്കോളാം. വീട്ടിലായാലും ബാങ്കിലായാലും കണക്കെടുത്ത് നമ്മുടെ പഠിക്കാനാ. ഒന്നുമില്ലേ? സംഭാവനക്കാരുടെ ലിസ്റ്റ് എടുപ്പായിരുന്നു. പണത്തിന്റെ കണക്ക് തലയിൽ കയറിയ മനുഷ്യന്റെ വിവേകം നശിക്കും. ഉണ്ണിയേട്ടന്റെ കണ്ണില് ലോകം മൊത്തം ഒരു ബാങ്കാ, വേൾഡ് ബാങ്ക്. വല്ല നാടകത്തിലോ മറ്റോ ആയിരുന്നെങ്കിൽ ഇതുപോലൊരു രംഗത്ത് എടോ നിഷ്ഠുര കാപാലിക, ഇന്നെന്റെ ആദ്യ രാത്രിയാണ്, തന്റെ പണക്കണക്ക് പോയി തൊലയട്ടെ എന്നൊരു ഡയലോഗ് കാച്ചാമായിരുന്നു. പഴങ്ങളുടെ തട്ടവിടെ? ആപ്പിളും ഓറഞ്ചും ഒക്കെ അങ്ങനെയാണല്ലോ രീതി. പിന്നെ ഒരു ഗ്ലാസ് പാല്. സിനിമയിലൊക്കെ ആദ്യ രാത്രി തുടങ്ങി കണ്ടിട്ടുള്ളത് ഇതൊക്കെ നല്ലോണം ഭക്ഷിച്ചോണ്ടാ. പാലുണ്ടായിരുന്നു, തണുത്തു തുടങ്ങിയപ്പോ ഞാൻ കുടിച്ചു. ഓ, അപ്പൊ ദൈവത്തിനുള്ളത് പൂജാരി വിഴുങ്ങി. കുഴപ്പമില്ല, തൽക്കാലം ദൈവം ശപിക്കുന്നില്ല. മാത്രമല്ല വരം വല്ലവും വേണേ ചോദിക്കുകയും ആവാം. ഒടുവിൽ പറഞ്ഞത് കാര്യമായിട്ടാ. ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഇന്ദുവിന് തുറന്നു പറയാം.
എന്നാ പറയട്ടെ, തീർച്ചയായും. നാടകത്തിൽ അഭിനയിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞാനോ? ഉം. ആദ്യ രംഗത്ത് തന്നെ ആന്റി ക്ലൈമാക്സ് വേണോ എന്റെ ഭഗവാനെ? അമ്മേ, ഞങ്ങളൊരു സിനിമയ്ക്ക് പോവാ. ഏ സിനിമയ്ക്ക്. സിനിമയ്ക്കോ? ഇന്നെന്താ ആഴ്ച? ഞായറാഴ്ച. എടാ, ഞായറാഴ്ച ആരെങ്കിലും സിനിമയ്ക്ക് പോവോ? ഞായറാഴ്ച സിനിമയ്ക്ക് മുടക്കൊന്നുമില്ലല്ലോ. അതല്ല മോളെ, ഭയങ്കര തിരക്കായിരിക്കും. ആ തിരക്കിനിടയിൽ ക്യൂ നിൽക്കാനും ടിക്കറ്റ് എടുക്കാനും എന്റെ മരുമകള് ബുദ്ധിമുട്ടുന്നത് എനിക്ക് സഹിക്കില്ല. നിങ്ങൾ നാളെ പൊയ്ക്കോ, വേണമെങ്കിൽ അമ്മയും വരാം. എന്നാ പിന്നെ നമുക്ക് നാളെ പോവാം. ആ, നാളെ ഉച്ച കഴിഞ്ഞ് മാറ്റിക്ക് 3 ടിക്കറ്റ് ബുക്ക് ചെയ്യും. ചെല്. ജ്ഞാനത്തിൽ ആയവർ തൻ ഗുണത്തിൽ മറഞ്ഞ ഈ ശക്തിയെ അങ്ങ് കണ്ടാൽ നാളെ നമുക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ സിനിമയ്ക്ക് പോവാം കേട്ടോ. വേണ്ട, ഞാനില്ല. അമ്മയും മോനും കൂടെ പോയി കണ്ടാ മതി. അയ്യേ, എന്താ ഇത്? അമ്മ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞല്ലേ. അത് എനിക്കൂടെ തോന്നണ്ടേ? കോംപ്ലക്സാ. മരുമോൾ വന്നപ്പോ മോന്റെ സ്നേഹം കുറഞ്ഞു പോകുന്നുള്ള പേടി. ദേ, പറഞ്ഞു പറഞ്ഞ് കാട് കയറണ്ട. തൽക്കാലം അമ്മ പറയുന്നത് കേട്ട് നടന്നാ മതി. നീ ഇത് മുഴുവനും ഇന്ന് അലക്കാൻ പോവാ? കുറച്ചോടിട്ടൊക്കെ ഞാൻ അലക്കിക്കോളാം. വേണ്ടമ്മേ, ഒറ്റ അലക്കിന് തീർന്ന അതാ സുഖം. അച്ഛനെ ഷർട്ടിങ് തന്നെ. ഓ, ഇത് മുഷിഞ്ഞില്ല മോളെ. ഇന്നലെ ഇതല്ലേ ഇട്ടത്, മുഷിഞ്ഞില്ലേലും സാരമില്ല. എന്റെ ഷർട്ട് മുണ്ടും എടുത്തോട്ടെ. ആ, കണ്ടോ, പഠിക്കുന്നതിനിടയിൽ അവന്റെ ഒരു കാര്യാന്വേഷണം. വായിക്കുന്ന പുസ്തകത്തിൽ ശ്രദ്ധിച്ചു വായിക്കടാ. ഓ, ഈ ചെക്കനെ എത്ര പഠിപ്പിച്ചിട്ടും കാര്യമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഇന്നലെ അവൻ എന്നോട് പറയാന്നേ, അവന് ഡ്രൈവിംഗ് പഠിക്കുന്നതാ ഇഷ്ടംന്ന്. അതിനെന്താ ഇത്ര കുറവ്? നല്ല അന്തസ്സുള്ള ജോലി തന്നെ ഡ്രൈവിങ്. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കച്ചാ. പക്ഷെ നിന്നെ പോലെ ബുദ്ധി കുറഞ്ഞവന്മാർക്ക് ആ പണി പറഞ്ഞിട്ടില്ലടാ. നീ പുസ്തകം കാണാപ്പാടം പഠിച്ച് വല്ല ഡോക്ടറോ എഞ്ചിനീയറോ മറ്റോ ആകാൻ നോക്ക്. കണ്ടുമുട്ടിയ ആദ്യ നാളുകളിൽ ഞാൻ കരുതി നീ ഒരു മാലാഖയായിരിക്കുമെന്ന്. ദേവി, എനിക്ക് തെറ്റിപ്പോയി. സത്യത്തിൽ നീ ഒരു കാളസർപ്പമായിരുന്നു. കണ്ടുമുട്ടിയ ആദ്യ നാളുകളിൽ ചേച്ചി പറഞ്ഞത് കേട്ടോ, നമ്മളോട് പുറത്തൊക്കെ ഒന്ന് പോയി വരാൻ. വല്ല സിനിമയ്ക്കോ മറ്റോ. അതൊന്നും വേണ്ട. കണ്ടുമുട്ടിയ ആദ്യ നാളുകളിൽ ഞാൻ എന്തേ? കരുതി അത് ഇവിടെ ഇപ്പോ നല്ല സിനിമയൊന്നും ഓടുന്നില്ല. നല്ലതോ ചീത്തയൊന്ന് കണ്ടാലല്ലേ പറയാൻ പറ്റൂ. ഇപ്പോ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന പടങ്ങളുടെ അഭിപ്രായം അറിഞ്ഞുകൊണ്ട് പറഞ്ഞാ ഞാൻ കണ്ടുമുട്ടിയ ആദ്യ. എനിക്ക് ചീത്ത പടം കണ്ടാ മതി. അങ്ങനെ ഇപ്പൊ കാണണ്ട. കൂടെ കൊണ്ടുപോകാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാ മതി. അതല്ല, സത്യം പറയാലോ, നമ്മൾ ഒന്നിച്ച് പകൽ വെളിച്ചത്തിൽ നടന്നാല് അതെന്റെ ഇമേജിന് സ്വല്പം മോശമാണ്. എന്ന് വെച്ചാൽ എന്റെ ലേഡീസ് ഓഡിയൻസ് അപ്സെറ്റ് ആവും. മോഹൻലാൽ പെണ്ണ് കെട്ടാൻ പോകുന്ന വിവരം അറിഞ്ഞ് അയാളുടെ എത്ര ലേഡീസ് ഫാൻസാ നിരാശപ്പെടുന്നതെന്ന് അറിയോ നിനക്ക്? കെട്ടാത്ത നടന്മാരെ ആ ലേഡീസിന് ഇഷ്ടം. ലേഡീസിന് മാത്രമല്ല, എല്ലാവർക്കും. പിന്നെന്തിനാ കിട്ടിയത്? അല്ലെങ്കിൽ നിങ്ങൾ മോഹൻലാലും മമ്മൂട്ടിയൊന്നല്ലല്ലോ. ഇപ്പോഴല്ല, നാളെ ചിലപ്പോ ആയിക്കൂടൊന്നില്ലല്ലോ. വടകരയില് ഞങ്ങളുടെ നാടകം കാണാൻ വന്ന സിനിമാ പ്രൊഡ്യൂസർ എന്നെ കനത്ത രീതിയിലൊന്ന് നോട്ടോട്ടിരിക്കുകയാണ്. തമാശയല്ല, ഒരു മഹാൻ പറഞ്ഞതെന്താണെന്നറിയോ? ഒരു യഥാർത്ഥ കലാകാരന്റെ അമ്മ അവരുടെ 70-ാം വയസ്സിലും ചെരുപ്പില്ലാതെ നടക്കും. അവന്റെ ഭാര്യ പട്ടിണി കിടന്ന് നരകിക്കും. ഇന്നൊരു ദിവസത്തേക്ക് ഈ തത്വമൊക്കെ മറക്കാം. മുഖം വീർപ്പിക്കണ്ട. ഉച്ച കഴിഞ്ഞിറങ്ങാം. ഒരു കറക്കം, ഒരു മാറ്റിനി. ചെല്ലു, ഒരു ചായ ഇട്ടുകൊണ്ട് വാ. ചെല്ലാൻ. കണ്ടുമുട്ടിയ ആദ്യ നാളുകളിൽ ഞാൻ കരുതി നീ ഒരു മാലാഖയായിരിക്കുമെന്ന്. ആവൂ, ഞങ്ങൾ സംശയിച്ചിരിക്കായിരുന്നു. പ്രോഗ്രാം നേരത്തെ പറയാത്തതുകൊണ്ട് പ്രേമൻ ഇവിടെ കാണുമെന്ന്. കവിതാലയക്കാരുടെ ഹീറോയിനിക്ക് സുഖമില്ല, അതുകൊണ്ട് പെട്ടെന്ന് നമുക്കൊരു പകരക്കളി വീണ് കിട്ടി. നമുക്ക് പോയിക്കളെ. ആ, ഇന്ന് വേണ്ടെന്ന് പറയുന്നേ. അത് പറ്റില്ല. ആ മഹാൻ കലാകാരന്മാരെ പറ്റി പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഒരു യഥാർത്ഥ കലാകാരന്റെ ഭാര്യയ്ക്ക് ഇതുപോലുള്ള പല ദുർഘട ഘട്ടങ്ങളെയും അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. പരീക്ഷണമാണ് കുട്ടി, പരീക്ഷണമാണ്. ദേ, ഇങ്ങോട്ട് വന്നേ. പറഞ്ഞോ. ഇങ്ങോട്ട് വരുന്നേ. നമ്മുടെ ആശ ദൈവം കേട്ടു എന്നാ തോന്നുന്നേ. നമ്മുടെ ഏതാശ?
ഗീതയ്ക്ക് വിശേഷം ഉണ്ടോന്നൊരു സംശയം. ആ നിന്നോട് പറഞ്ഞോ? 2-3 ദിവസം മുമ്പ് ഒരു സൂചന തന്നിരുന്നു. ഇപ്പതാ കടുമാങ്ങ ഇട്ട ഭരണിയുടെ കെട്ട് പൊട്ടിച്ചിരിക്കുന്നു. നവംബറില അല്ല, സുഖപ്രസവമാണെ കുഴപ്പമില്ലായിരുന്നു. വല്ല കോംപ്ലിക്കേഷൻ അടച്ചെങ്ങാനെങ്കിലും ഉണ്ടായെങ്കിലും ഒന്ന്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പ്രമോഷൻ കിട്ടിയിട്ട് മതിയായിരുന്നു. എന്നാൽ ഇതങ്ങ് വേണ്ടെന്ന് വെക്കാം. എന്നാണോ ഞാൻ പറഞ്ഞത്? എടി, നമ്മൾ പ്രാക്ടിക്കൽ പ്രോബ്ലംസിനെ പറ്റി ഒന്ന് ചിന്തിക്കണ്ടേ? നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ പാർട്ടി കടന്നു വരികയാണ്. അതിനു മുമ്പ് നമ്മളൊന്ന് തയ്യാറാവണ്ടേ? പിന്നെന്താ ഇങ്ങനെ ഒരു സ്നേഹം ഇല്ലാത്ത പോലെ? സ്നേഹമില്ലെന്നോ? ആർക്ക്? ഇങ്ങോട്ട് നോക്ക്. ഒരച്ഛനാകുന്നതിന്റെ ത്രില്ലൊക്കെ എനിക്കും ഉണ്ടടി. തപ്പോ തപ്പോ കണ്ണാടി, തപ്പോ തപ്പോ കണ്ണാടി, കൈ തപ്പം കൊട്ടും കുഞ്ഞിക്കൈയിൽ പൊൻവള വേണേ തട്ടാരേ.